Look at the fig tree and all the trees. When they are already budding, see and know that summer is now near. ഇങ്ങനെ ഒരു വചനം നമുക്ക് ബൈബിളിൽ കാണാം. അതിനെ കുറേ കൂടി വിശാലമായ അർത്ഥത്തിൽ അത്തിച്ചില്ലകൾ കാലാവസ്ഥയുടെ മാറ്റം അറിയിക്കുകയും പ്രാവുകൾ പറക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഘട്ടമായ നമുക്ക് വേനൽക്കാലമായി എന്നതിൻ്റെ സൂചനയായി എന്നാണ് സൂചിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിശുദ്ധ വചനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. ഇന്ന് നമ്മൾ കേട്ട, ഇന്നും കഴിഞ്ഞ 1-2 ദിവസങ്ങളായി നമ്മൾ കേൾക്കുന്ന ബിലീവബിളും അൺബിലീവബിളുമായ ചില രാഷ്ട്രീയ വാർത്തകളെ പരിശോധിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിലൊന്ന് പ്രധാനമായും ഒരു ദൃശ്യമാധ്യമം തന്നെ റിപ്പോർട്ട് ചെയ്തത്, പക്ഷെ ഒരു മാധ്യമം മാത്രമേ റിപ്പോർട്ട് ചെയ്തതായി കണ്ടുള്ളൂ. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലല്ല, ഒരു ദൃശ്യമാധ്യമം തന്നെ ഇന്ന് റിപ്പോർട്ട് ചെയ്ത വാർത്ത ഇങ്ങനെയാണ്: മാണി ഗ്രൂപ്പ് UDF-ൽ ചേരാൻ ഒരുങ്ങുകയാണ് എങ്കിൽ ജോസഫ് ഗ്രൂപ്പ് LDF-ൽ പോയേക്കും എന്നുള്ള ഒരു വാർത്ത ഒരല്പം അൺബിലീവബിളായി തോന്നി. കാരണം PJ ജോസഫ് 2010 മുന്നണി മാറ്റത്തിന് ഒരുങ്ങുന്നത് UDF-ന് അനുകൂലമായ ഒരു തരംഗമാണ് ഇനി ഉണ്ടാകാൻ സാധ്യതയുള്ളത് എന്ന് കണ്ടുകൊണ്ടാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അങ്ങനെ ഇടതുപക്ഷത്തേക്ക് PJ ജോസഫിൻ്റെ ഫാക്ഷൻ പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇങ്ങനെ ഒരു വാർത്ത നമ്മൾ കണ്ടു. അപ്പോൾ ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു വാർത്ത അല്പം അൺബിലീവബിൾ ആണെങ്കിലും നമ്മൾ കേൾക്കും. അതേപോലെ അൺബിലീവബിളായ ഒരു വാർത്ത ഇന്നലെയൊക്കെയായി കേൾക്കുന്നത് സുധാകരൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അമ്പലപ്പുഴയിലോ ആലപ്പുഴയിലോ മത്സരിച്ചേക്കുമെന്നുള്ളതാണ്. CPM-ന്റെ മുതിർന്ന നേതാവും പലപ്പോഴും പാർട്ടി നേതൃത്വത്തോടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പല ഘട്ടങ്ങളിലും ഒളിഞ്ഞും തെളിഞ്ഞും പ്രകടിപ്പിക്കുന്ന CPM-ന്റെ മുതിർന്ന നേതാവ് സുധാകരൻ, അദ്ദേഹം ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള ഒരു പ്രധാന നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി വന്നേക്കും എന്നും റിപ്പോർട്ടുകൾ വരുന്നു. അത് ശരിയാകണമെന്ന്. മറ്റൊരു വാർത്ത മലപ്പുറം ജില്ലയിൽ നിന്ന് വരുന്ന വാർത്ത, നിലവിലുള്ള ഒരു പ്രധാനപ്പെട്ട MLA മത്സരിക്കാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹം മത്സരിക്കുകയാണ് എങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആ MLA അദ്ദേഹത്തിൻ്റെ നിലവിലുള്ള മണ്ഡലത്തിൽ മത്സരിക്കാതിരിക്കുകയും അദ്ദേഹം പെരിന്തൽമണ്ണയിൽ മത്സരിക്കുകയും അദ്ദേഹം മത്സരിക്കുന്ന മണ്ഡലത്തിൽ SFIയുടെ മുതിർന്ന നേതാവൊക്കെയായ VP സാനു മത്സരിച്ചേക്കും എന്നും ഒക്കെ കേൾക്കുന്നു. ഞാൻ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്തകളുടെ കൂട്ടത്തിൽ ആദ്യം സൂചിപ്പിച്ച ജോസഫ് ഗ്രൂപ്പിൻ്റെ മുന്നണി മാറ്റത്തിൻ്റെ സാധ്യതയാണ് ഒരു പ്രധാന വാർത്ത. അത് ഒരുപക്ഷെ ഇടതുപക്ഷത്തിനും ചെറിയ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയാണ്. അതേസമയം തന്നെ ഇന്ന് ജോസ് കെ മാണി ഗ്രൂപ്പിൻ്റെ യോഗം ചേർന്നു. അവർ പറയുന്നത് അവർ ഇടതുപക്ഷത്ത് തന്നെ ഉറച്ചു നിൽക്കും എന്നുള്ളതാണ്. തങ്ങളെ ചവിട്ടിപ്പുറത്താക്കിയതാണ് എന്നൊക്കെ ഇന്ന് ജോസ് കെ മാണി ഓർത്തെടുക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് സൂചിപ്പിക്കാനുള്ളത്, അമിത്ഷാ തിരുവനന്തപുരത്ത് വരികയും BJP സംസ്ഥാന നേതൃത്വവുമായും സംസ്ഥാന തലത്തിലുള്ള BJPയുടെ നേതാക്കളുമായും ഒക്കെ അമിത്ഷാ ആശയവിനിമയം നടത്തുകയുണ്ടായി. നമ്മളിതുവരെ കരുതിയിരുന്നത് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള BJPയുടെ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ സംസ്ഥാനത്തെ BJP നേതൃത്വം കരുതുന്നത് LDF അധികാരത്തിൽ വരുന്നതാണ് അവർക്ക് ഗുണകരമാവുക. കാരണം സമീപ ഭാവിയിൽ LDF ഒരിക്കൽ കൂടി അധികാരത്തിൽ വന്നാൽ കോൺഗ്രസ് ദുർബലമാവുകയും അങ്ങനെ ആ സ്പേസിലേക്ക് പ്രധാന പ്രതിപക്ഷ കക്ഷിയായി BJPക്ക് വളരാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഇവിടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ LDFന് വിജയിച്ചു വരാനുള്ള ഒരേ ഒരു സാധ്യത അതാണ്. ചില BJPക്ക് വിജയസാധ്യതയില്ലാത്ത പല മണ്ഡലങ്ങളിലും പല ജില്ലകളിലും അവരുടെ 10-15% വരുന്ന വോട്ടിൻ്റെ ഒരു ചെറിയ ഭാഗം വോട്ടുകൾ LDFന് നൽകിയാൽ, അത് ഇപ്പോൾ പെരിന്തൽമണ്ണയൊക്കെ പോലെയുള്ള ചില അസംബ്ലി സെഗ്മെൻറ്റ്സ് ഉണ്ട്, വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിന്
ഏതെങ്കിലും ഒരു മുന്നണി ജയിക്കുന്ന, അപ്പോൾ കണ്ണൂര് പോലെയുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ കുറ്റ്യാടി പോലെയുള്ള സ്ഥലങ്ങൾ വളരെ ചെറിയ ഭൂരിപക്ഷത്തിന് ഏതെങ്കിലും ഒരു മുന്നണി വിജയിച്ചു വരുന്ന ഇത്തരത്തിലുള്ള ഒരു സ്ഥലത്ത് ബി ജെ പിയുടെ വോട്ടുകൾ വളരെ നിർണായകമാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ കരുതുന്നത് ബി ജെ പിയുടെ വോട്ടുകൾ എൽ ഡി എഫിന് ലഭിക്കും എന്നുള്ളതാണ്. പക്ഷെ അമിത്ഷാ വന്നതോടുകൂടി അമിത്ഷാ ഇങ്ങനെ പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതായത് യു ഡി എഫ് ആണ് ജയിക്കുന്നതെങ്കിൽ അവർ ജയിക്കട്ടെ എന്ന്, അതായത് എൽ ഡി എഫിനെ ഒരു പ്രധാന ശത്രുവായി ഈ തെരഞ്ഞെടുപ്പിൽ കാണേണ്ടതില്ല. അതേസമയം തന്നെ ബി ജെ പിക്ക് വിജയ സാധ്യതയുള്ള ഒരു 15ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ മത്സരിക്കുകയും അവിടെ കൂടുതൽ ശ്രദ്ധയൂന്നാനുമാണ് ബി ജെ പിയുടെ പദ്ധതി. അപ്പോൾ ഇത്തരത്തിൽ ജോസഫ് ഗ്രൂപ്പ് മുന്നണി മാറുമോ, അതല്ലെങ്കിൽ ജോസ് കെ മാണിയുടെ ഗ്രൂപ്പ് മുന്നണി മാറുമോ, ഏതെങ്കിലും ജില്ലകളിലെ പ്രധാനപ്പെട്ട ഈ സി പി എമ്മിൻ്റെയോ കോൺഗ്രസിൻ്റെയോ നേതാക്കൾ മുന്നണി മാറുകയോ അല്ലെങ്കിൽ പാർട്ടി മാറുകയോ ചെയ്യുമോ, ബി ജെ പി അതിൻ്റെ പ്രധാന ശത്രുവായി ഈ തെരഞ്ഞെടുപ്പിൽ ആരെ കാണാൻ ആണ് സാധ്യത, അതുപോലെ തന്നെ വരുന്ന ദിവസങ്ങളിൽ വരാനിരിക്കുന്ന സ്ഥാനാർത്ഥി നിർണയവും അതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളും ഇതിനെല്ലാം അടിസ്ഥാനമാക്കി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അപ്പോഴാണ് ഈ വചനത്തിൻ്റെ അർത്ഥം പ്രസക്തമാകുന്നത്. അതിങ്ങനെയാണ്: when you see the fig tree and all the other trees, when they are already budding, see and know that summer is now near. ഇത്തരത്തിൽ രാഷ്ട്രീയ കാലാവസ്ഥയെ നമുക്ക് തുടർന്നും ഇത്തരത്തിലുള്ള വിശുദ്ധ വചനങ്ങളുടെയും മറ്റും പശ്ചാത്തലത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. കൂടുതൽ വിശകലനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.